ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റവയും ഉള്ളിയും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. ഇതുപോലെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറികളുടെയും ആവശ്യമില്ല. ഇനി നമുക്ക് കറികളുടെ കൂടെയാണ് കഴിക്കേണ്ടതെങ്കിൽ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരുന്നതാണ്. രാവിലെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിൽ 3 സബോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കൈവച്ച് നല്ലപോലെ തിരുമ്മി ഒറ്റയാക്കി എടുക്കണം, എന്നാലേ ഈ ഒരു പലഹാരത്തിന് നന്നായിരിക്കുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് റവയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആദ്യം സവോളയും റവയായിട്ട് കൈവച്ചിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഇനി ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് മുഴുവനായും ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ പാക്കറ്റ് തൈരാണ് എടുത്തിട്ടുള്ളത്. പുളി കുറവാണ് ഇതിന്. ഒരുപാട് പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കരുത്. ലൈറ്റ് ആയിട്ടുള്ള ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഈ പലഹാരത്തിൻ്റെ കൂടെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടാനായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് കൈവച്ചിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു റവയിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മുടെ പരുവം തെറ്റും. ഇതൊരുപാട് കട്ടിയും ആവരുത്, നല്ല ലൂസും ആവരുത്. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഞാനിതൊരു സ്പൂണിൽ കോരി കാണിച്ചു തരാം. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അതിലേക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിടന്ന് ഉരുളും ഈ മാവ്. അതുകൊണ്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ ഒരു കയ്യിൽ മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതേ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ച് വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നിർബന്ധമൊന്നുമില്ല, താല്പര്യമുള്ളവർ ഒഴിച്ചു കൊടുക്കുക. ഓയിലിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇപ്പോൾ ഒരെണ്ണം ഞാനിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇതിന് പ്രത്യേകിച്ച് ആകൃതിയോ ഷേപ്പോ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാം ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറികളോട് കൂടിയോ കറിയില്ലാതെയോ എങ്ങനെ വേണമെങ്കിലും കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.